ഞാൻ ഗുജറാത്തിൽ അഹമ്മദാബാദിൽ പഠിക്കുമ്പോൾ അവിടെ കാമ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു അന്നത്തെ 5 സ്റ്റാർ ഹോട്ടലാണ് കാമ ഹോട്ടൽ. അതിന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോൾ അതിന്റെ മുന്നിൽ ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. ഇതിന്റെ ഉള്ളിൽ എന്തായിരിക്കും, ആരൊക്കെയായിരിക്കും ഇതിന്റെ ഉള്ളിൽ താമസിക്കുക? പിന്നെ 5 സ്റ്റാർ ഹോട്ടലിന്റെ ചിന്ത ഉണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റിൽ അതിന്റെ ഉള്ളിൽ ഒരു ബിസിനസ് മീറ്റിങ്ങിന് അന്ന് ഞാൻ പഠിക്കുകയാണ്. അപ്പൊ എന്റെ അങ്കിൾ പുള്ളി പോകുമ്പോൾ എന്നെ കൊണ്ടുപോയി. അത് തോഷിബ ആനന്ദ് എന്ന് പറഞ്ഞിട്ട് ഒരു തോഷിബ ബാറ്ററി ഉണ്ട്. അപ്പൊ ഞങ്ങൾ 3 ഗേറ്റ്സ് തീന്തർവാജ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾക്ക് അവിടെ MK ബ്രദേഴ്സ് ജനറൽ സ്റ്റോഴ്സ് ഉണ്ട് അന്ന്. അതെന്റെ അങ്കിൾ. അങ്ങനെ അങ്കിളിന് അപ്പൊ അവിടെ നിന്ന് ഈ തോഷിബ ബാറ്ററി ഒക്കെ വെക്കുന്നുണ്ട്, ജനറൽ സ്റ്റോറാണ്. അങ്ങനെയാണ് ഞങ്ങൾ ആ കാമ ഹോട്ടലിന്റെ ഉള്ളിൽ പോയത്. നടാലൊരു 5 സ്റ്റാർ ഹോട്ടലിന്റെ ഉള്ളിൽ പോയത് എന്റെ 17 വയസ്സിലാണ്. കാമ ഹോട്ടലിൽ ഈ തോഷിബാനിന്റെ അന്ന് ആനന്ദ് എന്ന് പറഞ്ഞ ഈ തോഷിബാനിന്റെ ചെയർമാൻ വന്നിട്ട് മീറ്റിംഗ് കൂടി. അപ്പോൾ ആ മീറ്റിംഗിൽ വെച്ചാണ് ഞാൻ ഫസ്റ്റ് ഒരു മീറ്റിംഗ് റൂം കാണുന്നത്. ഐ വാസ് ഇൻ അഹമ്മദാബാദ്, ഗുജറാത്ത്. അന്ന് മുതലുള്ള ഒരു ആഗ്രഹമാണ് ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റിയിലേക്ക്. നമസ്കാരം. ഇത് സോഷ്യൽ മീഡിയയിൽ അവിചാരിതമായി കണ്ട ഒരു വീഡിയോ ആണ്. ഇതിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ചെറുപ്പത്തിൽ ഗുജറാത്തിലുള്ള സമയത്ത് ഈ കാമ എന്ന ഹോട്ടൽ കണ്ടു. ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു സ്വന്തമായൊരു 5 സ്റ്റാർ ഹോട്ടൽ വേണം, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സിലേക്ക് കടക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നി. ഇതാണ് ഒരു ലക്ഷ്യം നമുക്ക് ഫീൽ ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമ്മൾ ഒരു ലക്ഷ്യത്തെ ഫീൽ ചെയ്യുന്നതാണ്. നമ്മളൊരു ലക്ഷ്യത്തെ ഫീൽ ചെയ്യുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. സാധാരണ ന്യൂ ഇയർ ഒക്കെ ആകുമ്പോൾ ആളുകൾ എല്ലാ ന്യൂ ഇയറിനും ഓരോ ആൾക്കാർ ഓരോ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യും. പക്ഷേ അതവർ ഫീൽ ചെയ്ത് ഉള്ള ഒരു ലക്ഷ്യമായിരിക്കില്ല. അവർ സാധാരണ ന്യൂ ഇയർ ആകുമ്പോൾ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യണ്ടേ എന്ന് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ ചില കാര്യങ്ങളോട്ട് നമ്മൾ അടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്കങ്ങോട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇതുപോലെ ഉള്ള ചില കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ ഫീൽ ചെയ്യാൻ തുടങ്ങും. ശരിക്കും ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രപഞ്ചമായിട്ടുള്ള ഒരു കണക്ഷൻ വരുന്നത്. ഇപ്പോൾ ഞാനിവിടെ സംസാരിക്കുന്നത്, ഈ വീഡിയോയിലൂടെ ആൾക്കാർ കേൾക്കുന്നത് എൻ്റെ ഫോണിലൂടെ അല്ല നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങളുടെ ഫോണിലൂടെയാണ് കേൾക്കുന്നത്. ഞാനിവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുള്ള സ്ഥലത്ത് ഇരുന്ന് കേൾക്കുകയാണ്. അപ്പോൾ അതൊരു പ്രത്യേക രീതിയിൽ എൻ്റെ ശബ്ദം, എൻ്റെ വിഷ്വൽസും പ്രത്യേക ഒരു എനർജി രൂപമായി നിങ്ങളിലേക്ക് എത്തുകയാണ്. അതുപോലെ നമ്മൾ സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ പ്രപഞ്ചവുമായി കണക്റ്റഡ് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, നമ്മളുടെ ഫീലിങ്സ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വരുന്നു. അപ്പോൾ ഈ ഫീലിങ്സ് പ്രപഞ്ചവുമായിട്ട് കണക്റ്റ് ചെയ്ത്, ഈ ഫീലിങ്സിലൂടെയാണ് പ്രപഞ്ചമായിട്ട് സബ് കോൺഷ്യസ് മൈൻഡ് കണക്റ്റഡ് ആവുന്നത്. അപ്പം നമ്മൾ വെറുതെ ഒരു കാര്യം ഇതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഫീലിംഗ് വരില്ല. നമ്മളുടെ യഥാർത്ഥമായ ഫീലിംഗ് ആണ് ഇതുപോലത്തെ ഇതൊരു ഫീലിംഗ് ആണ്. ഈ ഒരു ഫീലിംഗ് ആണ് സബ് കോൺഷ്യസ് മൈൻഡുമായി കണക്റ്റഡായി പ്രപഞ്ചം നമ്മളിലേക്ക് ആ ലക്ഷ്യത്തെ എത്തിക്കുന്നത്. അപ്പോൾ ലക്ഷ്യം സെറ്റ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളുടെ ലക്ഷ്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഒരു ലോങ് ടൈമിലുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ കഴിയട്ടെ. ഒരു ലോങ് ടൈമിലുള്ള നല്ല ഫീൽ ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ അടിസ്ഥാനവുമായി, നമ്മളുടെ ബേസുമായി കണക്റ്റഡായ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു.